പാറ്റകൾ കൂട്ടം കൂട്ടമായിട്ട് ചത്തു വീഴും ഈ ഒരൊറ്റ സ്പ്രേയിൽ. എന്താണ് ആ സ്പ്രേ എന്ന് കണ്ടു നോക്കൂ. ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒറ്റ പാറ്റ ഇല്ലാതെ ഫുള്ളും കൂട്ടം കൂട്ടമായിട്ട് ചത്തു വീഴും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി. എന്താ ഒന്ന് കണ്ടു നോക്കൂ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ ഈ പാറ്റകളെ തുരത്താൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആദ്യമേ ചെയ്യുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കേണ്ടതാണ്. ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുക. നമ്മൾ വലിച്ചെറിഞ്ഞ ഇതുപോലെ ഡപ്പ കാണുമല്ലോ, ആ ഡപ്പയാണെങ്കിലും മതി. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുക. ആ വിനാഗിരി ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ഈ ഒരു സൂത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ്. എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഒരു സാധനം. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മുടെ മുറിവൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കുന്ന ഒരു ഇതാണ്. അതുപോലെ കുഴിനഖം ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ എടുക്കുന്നതാണ്. പക്ഷേ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റാനെ തൊട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ അടുപ്പിച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഷാമ്പു ഒട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷാമ്പുവിൻ്റെ പകരം നിങ്ങൾക്ക് ഡിഷ് വാഷോ സോപ്പ് ലിക്വിഡോ എന്ത് വേണം ചേർക്കാം. ഈ ഒരു ഷാമ്പു ആണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ പതയാത്ത രീതിയിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അതായത് നമ്മുടെ ഇത് പതയരുത്. ഷാമ്പു ഇട്ട് കഴിയുമ്പോൾ നല്ല പതഞ്ഞു വരുമല്ലോ, അങ്ങനെ പതയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മധുരം കൂടുതലും പാറ്റയ്ക്കൊക്കെ മധുരം വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ അടിക്കുമ്പോൾ തന്നെ അത് നക്കും. അതെവിടെയും നമ്മൾ സ്പ്രേ അടിച്ച് വെച്ചാൽ പാറ്റ വന്ന് നക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ചത്തു പൊക്കോളും കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് ഞാനത് പഞ്ചസാര ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അരിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പതയുന്ന രീതിയിൽ ഷാമ്പു ഒഴിച്ച കാരണം പതയുന്ന രീതിയിൽ നിങ്ങളത് ഇളക്കരുത്. എന്നിട്ട് നല്ലപോലെ അലിയിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡ ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ബോറിക് ആസിഡ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ ബോറിക് ആസിഡ് അല്ല ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിപ്പം ഇവിടെ നമ്മുടെ ബേക്കിംഗ് സോഡ ആണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല പതഞ്ഞിപ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. ഈ പതയൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷം മാത്രം നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ ഇതിനൊരു ഗ്യാസ് പോലെയാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാസ് ആകുമ്പോൾ സ്പ്രേ ബോട്ടിലായിട്ട് വെക്കുമ്പോഴത്തേക്കും നമുക്കിത് സ്പ്രേ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അങ്ങനെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ സൊല്യൂഷൻ ഇങ്ങനെ കണ്ട നിസ്സാരമല്ല എന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് പാറ്റകൾ കൂട്ടമായിട്ട് ചത്ത് വീഴുന്നത് ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അന്നാലേ ഞാൻ വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ആദ്യമേ ഫസ്റ്റ് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു പത പോലെയായിരുന്നു. കാര്യം ഇപ്പോൾ നല്ലപോലെ ഗ്യാസ് ഇതിൽ നമ്മുടെ സ്പ്രേ ബോട്ടിൽ വന്ന കാരണം ഒന്ന് സ്പ്രേ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാറ്റ ഉള്ളിടത്തേക്ക് പോകും. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു വിറക് പുരയിലാണ് ഈ പാറ്റ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത് വെള്ളമൊക്കെ കയറിയപ്പോഴത്തേക്കും ആ മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അന്നപ്പോഴത്തേക്കും അതിൽ കുറേ തേങ്ങായും അതുപോലെ തന്നെ വിറകും ഒക്കെ ഇട്ട് കാരണം നമ്മളത് ക്ലീൻ ചെയ്യാൻ കയറിയില്ലായിരുന്നു. അന്ന് ക്ലീൻ ചെയ്യാമെന്നോർത്ത് കയറിയപ്പോൾ ആ വിറകെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് ഒരു കുന്നോളം ഉണ്ട് പാറ്റ. ഒരുപാട് പാറ്റ ഉണ്ട്. അപ്പോൾ ഈ പാറ്റാനെ ഇങ്ങനെ വിട്ടാൽ നമ്മുടെ വീടിനുള്ളിലേക്കെല്ലാം കയറി വന്ന് സർവ്വ തുണികൾ, പാറ്റാശല്യം വളരെ നാശമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സർവ്വ സാധനങ്ങൾ പാറ്റ നശിപ്പിക്കും. നമ്മുടെ ഫയൽസ് തുണികളെല്ലാം കുരുകുരാന്ന് കറണ്ട് ഇടും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയാണ് ഇത് കണ്ടോ. അപ്പോൾ വിറകെല്ലാം ഇതെല്ലാം മാറ്റണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സ്പ്രേ ഇതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒന്ന് കണ്ടു നോക്കൂ, നല്ലൊരു എഫക്റ്റാണ്. ഒറ്റ പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് എല്ലാവരും ഒന്ന് വിട്ടു കൊടുത്താൽ മാത്രം മതി. ഈ സ്പ്രേയിൽ എല്ലാം ചത്ത് വീഴും കേട്ടോ. ഒരുപാടുണ്ട് കണ്ടില്ലേ. ഒറ്റ സ്പ്രേ തന്നെ അതിന് പിറകെ നടന്നൊന്ന് സ്പ്രേ ചെയ്യുകയാണ്. ഇത് ഫുള്ള് ഓട്ടമാണ്. ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റുള്ള സൊല്യൂഷനാണ്. ഹൈഡ്രജൻ പെറോക്സൈഡും ഇതും എല്ലാം കൂടി ചേരുമ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ. ഇപ്പോൾ അതിൻ്റെ ആ മുറിക്കകത്ത് സൈക്കിള് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കരുതുകയാണ് ഒന്നും എടുത്ത് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ തന്നെ ഇട്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ചത്ത് വീഴുന്ന കാണാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, ഒരു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ ഒരു സൂത്രം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണ്ടാണ്. ഇങ്ങനെ ഒത്തിരി പാറ്റകളൊക്കെ ഉള്ളിടം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിടുവാണെങ്കിൽ നല്ല റിസൾട്ടാണ്. വെളിയിൽ നിന്ന് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കാവുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, പാറ്റ എല്ലാം ഒന്ന് തൂത്ത് കൂട്ടി ഞാൻ വെച്ചതാണ്. കണ്ടില്ലേ, ചിലതൊക്കെ ചത്ത് പോയിട്ടുണ്ട്, ചിലതൊക്കെ മയങ്ങി വീണ് കിടക്കുകയാണ്, ചിലത് ദേ ഓടുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇതായിട്ടും ചിലത് ഓടുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ തൂത്ത് കൂട്ടി വെച്ചെടുത്ത് പിന്നെ ഇത് കണ്ടില്ല, അനങ്ങുന്ന കണ്ടില്ലേ, അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചത്ത് പോട്ടെന്ന് ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഉള്ളിലേക്ക് ഇത് കയറും. അപ്പം വീടിനുള്ളിലൊക്കെ കുറച്ചൊക്കെ കയറിയിട്ടുണ്ട്, അതുപോലെ ഞാൻ ക്ലീൻ ചെയ്ത് കണ്ടില്ല, വീടിനുള്ളിലേക്കൊക്കെ പറന്ന് ഇങ്ങനെ ഓടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്തുവാരി കളയണം. ഒത്തിരി ഉണ്ടായിരുന്നു, നേരെ അലമാരിക്കുള്ളിലും കയറി കേട്ടോ. തടി അലമാരിയൊക്കെ ഉണ്ട്, അതിലും കയറും. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ കുറച്ച് തൂത്തുവാരി എടുത്തുകൊണ്ട് വന്നതാണ്. ഇത്രയും ചത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. അതെല്ലാം ഞാനിപ്പം വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും, ലൈവായിട്ട് കാണിച്ചത് കണ്ടില്ലേ. ഞാൻ തൂത്തെല്ലാം കൂട്ടിയെടുക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു സൊല്യൂഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതിനകത്ത് ഇനി ഒരുപാട് ചത്ത് പോകാനും ഉണ്ട്, ജീവനുള്ളതുകൊണ്ട് എല്ലാം മയങ്ങിയാണ് കിടക്കുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് ടിപ്സുകൾ ഇട്ടിട്ടുണ്ട്, നല്ല നല്ല വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരെല്ലാം പോയി ഇന്ന് കാണണേ, കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് കണ്ടില്ലേ, എല്ലാം ഞാൻ തൂത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുറിയിലത്തെ എല്ലാ സൈഡിൽ നിന്നും ഇഷ്ടം പോലെയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ. പിന്നെ അതെല്ലാം ഒന്ന് തൂത്തുവാരി ഒരു ബേസണിലേക്കാക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് കളയാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് സ്പ്രേ ചെയ്തിടുമ്പോഴത്തേക്ക് നമ്മൾ വളർത്തു മൃഗങ്ങളെ, അതുങ്ങളെ എല്ലാം, പൂച്ച, കോഴി, ഇതിനെല്ലാം പിടിച്ചിട്ടതിന് ശേഷം മാത്രം ചെയ്യുക. ആ കാര്യം ഇത് പാറ്റായി പിടിക്കുമല്ലോ, പൂച്ചയൊക്കെ പാറ്റാനെ എടുക്കുക, അതൊക്കെ വിഷാംശമാണ്. അത് കാരണം പിന്നെ അതുങ്ങളെല്ലാം അടച്ചിട്ടതിന് ശേഷം മാത്രം ചെയ്യുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ മാറ്റി നിർത്തിയതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കണ്ടില്ലേ, അലമാരിക്കുള്ളിൽ ഓടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം പാറ്റയുടെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലമാരിക്കുള്ളിൽ ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഇതെല്ലാം കൊട്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അലമാരിയിൽ തുണിയെല്ലാം എടുത്ത് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അലമാരിക്കുള്ളിൽ ഇത് കയറിയാൽ നമ്മുടെ നല്ല നല്ല ഡ്രസ്സുകളെല്ലാം അരിപ്പ പോലെ ആക്കിയെടുക്കും. അപ്പോൾ അതുപോലെ ഫയല്, നമുക്ക് വേണ്ട ആ സാധനങ്ങളെല്ലാം നമ്മൾ കുറേ സാധനങ്ങൾ ബേസ് ബോർഡിലാണെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് എല്ലാം കയറി എല്ലാം നശിപ്പിക്കും. നല്ല ഇലക്ട്രോണിക് സാധനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വയറിങ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊക്കെ നശിപ്പിക്കാനൊക്കെ കഴിവുകളാണ് ഈ പാറ്റ. പാറ്റ തന്നെ വീടിൻ്റെ ഉള്ളിൽ കയറിപ്പോയ പാറ്റ വീട് തന്നെ നശിപ്പിച്ചെടുക്കും. അത്രയ്ക്കുള്ള ഇതാണ് ഈ പാറ്റാശല്യം, ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ വീടിനുള്ളിലത്തെ പാറ്റാനെ എല്ലാം ഈ ടിപ്സ് ഞാൻ കുറേ ടിപ്സുകൾ ചെയ്തിട്ടുണ്ട്, അതിലൂടെ എല്ലാം പോയതായിരുന്നു. പക്ഷെ ആ ഒരു മുറിയിലാണ് കൂടുതലും വിറക് പുരയിൽ, സാധാരണ വിറക് പുര തേങ്ങ ഒക്കെ ഇടുന്നിടത്ത് ഈ പാറ്റ കാണാറുള്ളതാണ്. അപ്പോൾ വെള്ളമെല്ലാം കൂടെ കയറിയപ്പോൾ തണുപ്പ് പറ്റിയത് കൊണ്ടാണ് അങ്ങനെ വന്ന് അത്രയും പാറ്റകൾ വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി നോക്കി ഒന്ന് സ്പ്രേ ചെയ്തിട്ട് പാറ്റാശല്യം ഉണ്ടാകത്തേയില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് അലമാരിയിലൊക്കെ നല്ല നല്ല തുണികളും ഇങ്ങനെയൊക്കെ അടുക്കി വെക്കാം. പാറ്റ ഇനി നമ്മുടെ അലമാരിക്കത്തും കയറത്തില്ല, വീട്ടിലും കയറത്തില്ല, പരിസരത്തും വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. അപ്പോൾ ഈ സൊല്യൂഷൻ എല്ലാവരും റെഡിയാക്കി വെച്ചോണേ. അപ്പോൾ എപ്പോഴും റെഡിയാക്കേണ്ട കാര്യമില്ല, ഒറ്റ പ്രാവശ്യം ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.